ചെകുത്താൻ 48. ലച്ചുവിന്റെ മറുപടി കേട്ട് ദേവനും ഞെട്ടി, നന്ദുവും. അപ്പോൾ ഒരാഴ്ചയോളം നിങ്ങൾ ഒരു മുറിയിലാണോ താമസിച്ചത്? എങ്കിൽ പിന്നെ എനിക്കിനി ഒന്നും പറഞ്ഞുതരാനില്ല, നീ എനിക്കിങ്ങോട്ട് പറഞ്ഞതാ. നന്ദുവിന്റെ നിൽപ്പും ചോദ്യവും കേട്ട് ലച്ചു ഒന്ന് ഞെട്ടി. അവൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്താണ് നിനക്ക് പറഞ്ഞു തരേണ്ടത്? ലച്ചു ചോദിച്ചു. അത് നിങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ എങ്ങനെയായിരുന്നു? ദേവേട്ടൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾ എങ്ങനെയാ കിടന്നത്? അങ്ങനെ നന്ദു ചെറിയൊരു ചമ്മലോടെ പറഞ്ഞു. അത് ആദ്യത്തെ ദിവസം ഞാൻ കട്ടിലിന്റെ അറ്റത്ത് കിടന്നു, മറ്റേ അറ്റത്ത് ദേവേട്ടൻ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ദേവേട്ടന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കയ്യിൽ പിടിച്ചു കിടന്നു. പിറ്റേ ദിവസം എനിക്ക് അത്രയും പേടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരറ്റത്തും ദേവേട്ടൻ മറ്റേ അറ്റത്തും കിടന്നു. അങ്ങനെയായിരുന്നു ഒരാഴ്ച, ലച്ചു പറഞ്ഞു. അയ്യേ, ഇങ്ങനെയാണോ ഒരാണും പെണ്ണും ഒരുമിച്ച് മുറിയിൽ കിടക്കുന്നത്? ഷേ, ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അല്ല, ഞാൻ തന്നെയാണ് മണ്ടി. നിന്നിൽ നിന്ന് ഇതിൽ കൂടുതലല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ശരി, പോട്ടെ. ആ ഒരാഴ്ച നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതുപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നാളെ ഒരുപക്ഷെ നീ കട്ടിലിന്റെ അറ്റത്ത് കിടക്കുമ്പോൾ ദേവേട്ടൻ നിന്റെ അടുത്തേക്ക് നീങ്ങി വരും, നിന്നോട് ചേർന്ന് കിടക്കും. ദേവേട്ടന്റെ കൈയെടുത്ത് നിന്റെ വയറ്റിലേക്ക് വെക്കും, ഒരു കാലെടുത്ത് നിന്റെ പുറത്തേക്ക് വെക്കും. ഏതോ സീരിയലിൽ കണ്ട ആദ്യരാത്രി ഓർത്തെടുത്ത് നന്ദു ലച്ചുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്നതിനനുസരിച്ച് പെണ്ണിന്റെ മുഖത്ത് പേടിയും ടെൻഷനും ഒക്കെ വരുന്നുണ്ട്. ദേവൻ അറിയാതെ തലയ്ക്കടിച്ചുപോയി. പിന്നെയും നന്ദു എന്തോ പറയാൻ തുടങ്ങിയതും ലച്ചു അവളെ തടഞ്ഞു. അയ്യോ, ഇനി പറയല്ലേ, എനിക്കിപ്പോ തന്നെ പേടിയാകുന്നു. കാലൊക്കെ എടുത്ത് ദേഹത്തേക്ക് വെച്ച എനിക്ക് വേദനിക്കില്ലേ? ലച്ചു ചോദിച്ചു. ചെറുതായിട്ടൊക്കെ വേദനിക്കും, അങ്ങനെയൊക്കെയാണ് എല്ലാരും പറയുന്നത്. പക്ഷെ കുഴപ്പമില്ലായിരിക്കും, എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിക്കുന്നതല്ലേ. കുറച്ചു നാൾ കഴിഞ്ഞാൽ എന്റെയും ശംഖുവിന്റെയും കല്യാണം നടക്കും. അതുകൊണ്ട് നീ ഇങ്ങനെ പേടിക്കണ്ട, നന്ദു അവളെ ആശ്വസിപ്പിച്ചു. ഇനിയും രണ്ടും കൂടി അവിടെ ഇരുന്ന് സംസാരം തുടർന്നാൽ നന്ദു ലച്ചുവിനെ പേടിപ്പിച്ചൊരു വഴിക്കാക്കുമെന്ന് ദേവന് മനസ്സിലായി. എന്തായാലും അപ്പോഴേക്കും അവരെ അന്വേഷിച്ച് ശംഖുവും ഹരിയും അങ്ങോട്ടേക്ക് വരുന്നതും അതോടെ സംസാരമെല്ലാം നിർത്തി ലച്ചുവും നന്ദുവും അവർക്കൊപ്പം പോകുന്നതും കണ്ടപ്പോഴാണ് ദേവന് ആശ്വാസമായത്. ഉച്ചയോടെ തന്നെ ദേവൻ വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചപ്പോൾ ലച്ചുവിന്റെ മുഖത്തെ വെപ്രാളം ദേവൻ ശ്രദ്ധിച്ചു. അത് രാവിലെ നന്ദു ക്ലാസ് എടുത്തതിന്റെയാണ് എന്നവന് മനസ്സിലായി. ഏതാണ്ട് വൈകിട്ട് 5 മണിയോടെ നന്ദുവിന്റെ അച്ഛനും അമ്മയും വീട്ടിലെത്തി. കുറച്ചു കഴിഞ്ഞതും സുജാതയും കുടുംബവും ഹരിയുടെ അച്ഛനും അമ്മയും എത്തി. ഞങ്ങള് കല്യാണത്തിന്റെ അന്ന് വന്നാ മതി എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയല്ലല്ലോ, ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാത വന്നത്. ഇനിയും ആ തറവാട്ടിൽ കയറി വലിയ തോതിൽ ഭരണമൊന്നും നടത്താൻ കഴിയില്ലെന്നും അതുകൊണ്ട് സോപ്പിട്ട് നിന്നാൽ മാത്രമേ വേണുവിന്റെയും ദേവന്റെയും കയ്യിൽ നിന്ന് വല്ല നക്കാപ്പിച്ചയും കിട്ടുകയുള്ളൂ എന്നും അവർക്ക് നല്ലതുപോലെ മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ് അവർ പെരുമാറിയത്. പ്രത്യേകിച്ചും ലച്ചുവിനോടും നന്ദുവിനോടും. രാത്രി ആഹാരം കഴിച്ചതിന് ശേഷമാണ് സുജാതയും കുടുംബവും മടങ്ങിയത്. അവരവിടെ തങ്ങിയില്ല. വിവാഹത്തിന് നേരെ അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി. ദേവന്റെ കണ്ണുകൾ ലച്ചുവിൽ തന്നെയായിരുന്നു. എന്നാൽ അവൾക്ക് ദേവനെ നോക്കുമ്പോൾ ചെറിയ പരിഭ്രമവും ഭയവുമുണ്ട്. അതെന്താണെന്ന് ദേവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നന്ദുവിന് വിഷമമായി. ലച്ചു, ഇനി ഞാൻ ഇവിടെ വരുമ്പോൾ നീ എന്റെ ഒപ്പം വന്ന് കിടക്കുമോ, അതോ ദേവേട്ടന്റെ ഒപ്പമായിരിക്കുമോ? അവൾ ചോദിച്ചു. എന്റെ നന്ദു, നീ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ നിന്റെ ഒപ്പം തന്നെ ആയിരിക്കും. അത് കേട്ടപ്പോൾ നന്ദുവിന് സന്തോഷമായി. എങ്കിൽ അവൾ ലച്ചുവിനോട് കളിയാക്കി പറഞ്ഞു. അയ്യോ, ഞാൻ ചുമ്മാ ചോദിച്ചതാ. നീ അങ്ങനെ ഇപ്പോൾ എന്റെ കൂടെ വന്ന് കിടക്കുകയൊന്നും വേണ്ട. അങ്ങനെ വന്നാലേ എന്റെയും ശംഖുവിന്റെയും കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ നീ എന്നോട് പറയും ശംഖുവിന്റെ കൂടെ കിടക്കണ്ട, ഇവിടെ വന്ന് നിന്റെ കൂടെ കിടക്കാൻ. അതൊന്നും എനിക്ക് പറ്റത്തില്ല. അവളുടെ പറച്ചിൽ കേട്ടതും ലച്ചു അവളെ കെട്ടിപ്പിടിച്ചു. എന്തിനെന്നറിയാതെ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഞായറാഴ്ച രാവിലെ തന്നെ നന്ദു ഏർപ്പാടാക്കിയ ബ്യൂട്ടീഷ്യൻ വന്നു. ചുവന്ന നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയിൽ ലച്ചു അതീവ സുന്ദരിയായിരുന്നു. മിതമായ ആഭരണങ്ങളും മുരുക്കവും അവളെ കൂടുതൽ സുന്ദരിയാക്കി. ആര് നോക്കിയാലും കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നുന്ന സൗന്ദര്യധാമം. 10:30 മുഹൂർത്തം. 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങണം. ഏതാണ്ട് 9 മണിയോടെ ദേവൻ റെഡിയായി താഴേക്കിറങ്ങി. കസവിന്റെ മുണ്ടും ജുബയും മുടി ജെൽ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. താടി മനോഹരമായി ഡ്രിം ചെയ്തൊരുക്കിയിട്ടുണ്ട്. പൗരുഷത്തിന്റെ പ്രതീകം. എന്റെ ശംഖു, എന്തൊരു മുടിഞ്ഞ ഗ്ലാമറാടാ നിന്റെ ചേട്ടന്. നല്ലോണം ഒരുങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലച്ചുവിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മൂപ്പർക്ക് അറിയാം. ദേവനെ നോക്കി ഹരി പറഞ്ഞു. ഹാളിലെത്തിയതും ദേവന്റെ കണ്ണുകൾ ലച്ചുവിനെ തേടി.
കുറച്ചു കഴിഞ്ഞതും ബ്യൂട്ടീഷ്യനും നന്ദുവും ലച്ചുവും റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ലച്ചുവിനെ കണ്ടതും അവിടെയുള്ള എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. ദേവനും ലച്ചുവും ശരിക്കും ശിവനും പാർവതിയും പോലെ തന്നെ. അത്രയും ചേർച്ചയാണ് രണ്ടുപേരും തമ്മിൽ. അവൻ പൗരുഷത്തിന്റെ പ്രതീകമാകുമ്പോൾ അവൾ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഉദാഹരണം. ദേവനും ലച്ചുവിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്കിലും മുഖത്തെ സ്ഥായിയായ ഗൗരവഭാവം തന്നെ നിലനിർത്തിക്കൊണ്ട് അവൻ ലച്ചുവിനെ നോക്കി. പെട്ടെന്ന് തന്നെ കണ്ണുകൾ മാറ്റി. പക്ഷെ അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ലച്ചുവിലേക്ക് പാളി വീണുകൊണ്ടേയിരുന്നു. കൃത്യസമയത്ത് തന്നെ അമ്പലത്തിലെത്തി. ജുബ്ബ ഊരി കസവിന്റെ മേൽമുണ്ട് പുതച്ച് ദേവൻ അകത്തേക്ക് കയറി. ഒപ്പം ലക്ഷ്മിയും. അമ്പലത്തിലെ സ്ത്രീജനങ്ങളുടെ കണ്ണുകൾ ദേവനിലായിരുന്നുവെങ്കിൽ പുരുഷന്മാരെല്ലാം ലച്ചുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. ലച്ചുവിന്റെ അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് രാജീവും ഭാര്യയുമായിരുന്നു. മുഹൂർത്തമായപ്പോൾ വേണു എടുത്തുകൊടുത്ത താലി ദേവൻ ലച്ചുവിന്റെ കഴുത്തിൽ ചാർത്തി. അവന്റെ മുഖത്ത് സന്തോഷമായിരുന്നു. ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ കണ്ണടച്ച് നിർവൃതിയോടെ പ്രാർത്ഥനയോടെ അവന്റെ താലി സ്വീകരിച്ചു. നെറുകയിൽ സിന്ദൂരം ചാർത്തിയതും പെണ്ണിന്റെ സൗന്ദര്യം ഇരട്ടിച്ചതുപോലെ അവന് തോന്നി. ഒപ്പം അവൾ തന്റേത് മാത്രമായി മാറിയെന്ന തോന്നലും. വിവാഹശേഷം കഴുത്തിൽ താലിയുമായി നെറുകയിൽ സിന്ദൂരവും ചാർത്തപ്പെട്ട് ദേവനൊപ്പം നിന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അച്ഛന്റെയും അമ്മയുടെയും മുഖം നിറഞ്ഞു. കണ്ണുകൾ ഒഴുകി. അവളുടെ മുഖത്തേക്ക് നോക്കിയ ദേവന് ആ കണ്ണുനീർ മനസ്സിലായി. അതിന്റെ കാരണവും. ചെറുപുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കണ്ണുനീർ അവൻ തുടച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ദേവന്റെ കൈയിലേക്ക് ലച്ചുവിന്റെ കൈ ചേർത്തു വയ്ക്കുമ്പോൾ രാജീവന് സ്വന്തം മകളെ ഒരാൾക്ക് കൈപിടിച്ചേൽപ്പിക്കുന്ന അതേ മാനസികാവസ്ഥ തന്നെയായിരുന്നു. പിന്നീട് ദേവൻ ലച്ചുവിന്റെ കൈ വിട്ടില്ല. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് നിർത്തി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പൂജാരിമാർക്കും അമ്പലത്തിലുള്ള ആളുകൾക്കും ദക്ഷിണയും മധുരവും നൽകിയതിനു ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുമ്പോഴേക്കും അവരെ സ്വീകരിക്കാനായി നിലവിളക്കേന്തി വിമലയും വേണുവും ഉണ്ടായിരുന്നു. സുജാതയ്ക്ക് ആ ചടങ്ങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വേണു സമ്മതിച്ചില്ല. ലച്ചുവിനെ ആ വീട്ടിലേക്ക് വിളക്ക് കൊടുത്ത് സ്വീകരിക്കേണ്ടത്, നിറഞ്ഞ മനസ്സോടെ ആ ചടങ്ങ് ചെയ്യേണ്ടത് വിമല തന്നെയാണെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. സുജാതയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മുഖത്ത് തെളിച്ചമുണ്ടെങ്കിൽ പോലും ഉള്ളിൽ മറ്റൊന്നായിരിക്കുമെന്ന് അയാൾക്കറിയാം. അതയാൾ ആഗ്രഹിച്ചില്ല. വിമലയുടെ കയ്യിൽ നിന്ന് നിലവിളക്കേറ്റുവാങ്ങി പൂജാമുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലച്ചുവിന്റെ മനസ്സ് നിറഞ്ഞിരുന്നു.